പാതിവില തട്ടിപ്പിൽ ഫീസ് ഇനങ്ങളിലും നടന്നത് വൻ കൊള്ള. പദ്ധതി നടത്തിപ്പിനായി ഗുണഭോക്താക്കളിൽ നിന്ന് പിരിച്ചെടുത്തത് അമിത തുക. നോട്ടറി സർട്ടിഫിക്കറ്റിന്റെ പേരിലും അമിത തുക ഈടാക്കിയെന്നും വ്യക്തമായി. നിലവിൽ സ്വരൂപിച്ച തുക പ്രകാരം പദ്ധതി നടപ്പാക്കിയാലും നടത്തിപ്പുകാർക്ക് കൊയ്യാനാകുന്നത് കോടികളാണ്. വിവരങ്ങളുമായിട്ട് സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, അടിമുടി കൊള്ള തന്നെയാണ് പാതിവില തട്ടിപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ഫീസിനത്തിൽ പോലും അമിത വിലയാണ് ഈടാക്കിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ തുക തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞാൽ പോലും ഈ നടത്തിപ്പുകാർക്ക് ലഭിക്കുന്നത് കോടികളാണ്. രജനി, ഇതിൽ ഏറ്റവും പ്രധാനമായി പറയാവുന്നത്, ഇപ്പോൾ ഈ തുക കൈപ്പറ്റിയപ്പോൾ വാഗ്ദാനം ചെയ്തതുപോലെ വാഹനങ്ങൾ നൽകിയിരുന്നെങ്കിൽ പോലും ഇവർക്ക് കോടികൾ കിട്ടുമായിരുന്നു. ഇപ്പോൾ തന്നെ ഇ ഡിയുടെ പ്രാഥമികമായ ഒരു അന്വേഷണത്തിൽ തന്നെ 160 കോടിയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ 160 കോടി രൂപ പിരിക്കുമ്പോൾ ഏതാണ്ട് 26,000 ശിഷ്ടം പേരിൽ നിന്നുമായാണ് ഇത്രയും തുക കണ്ടെത്തിയിരിക്കുന്നത്. ആ തുകയിൽ തന്നെ ഒരു വാഹനം 59,000 രൂപയ്ക്ക് നൽകുമ്പോൾ അതിന് 63,500 രൂപയാണ് വാങ്ങുന്നത്. അതിൽ തന്നെ ഒരാളിൽ നിന്നും 4,500 രൂപ വീതമാണ് അധികമായി കൈപ്പറ്റുന്നത്. ഈ 4,500 രൂപ വെച്ച് തന്നെ 26,000 പേരിൽ നിന്ന് കിട്ടിയാൽ തന്നെ 11.5 കോടിയോളം രൂപ അത് തന്നെ ഈ നടത്തിപ്പുകാർക്ക് ലഭിക്കുമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്രയും വലിയ കൊള്ളയിലേക്ക് ഇവർ നീങ്ങിയിരിക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ നോട്ടറി സർട്ടിഫിക്കറ്റ് എന്ന പേരിൽ തട്ടിപ്പ് നടത്തുന്നു. 1000 രൂപ വീതമാണ് കൈപ്പറ്റുന്നത്. അതിൽ നമുക്കറിയാം, ഇപ്പം കോൺഗ്രസ് നേതാവായ ലാലി വിൻസെൻ്റ് സംശയത്തിൻ്റെ നിഴലിലാണ് അവർക്ക് 47.5 ലക്ഷം രൂപ ഫീസായി ലഭിച്ചു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഈ തുക ഈ നോട്ടറി സർട്ടിഫിക്കറ്റുകളുടെ പേരിലാണോ എന്നതും ഇപ്പോൾ ഇ ഡി പരിശോധിക്കുന്നുണ്ട്. ഇതോടൊപ്പം ചേർക്കേണ്ട ഒരു കാര്യം, സാധാരണ ഒരു നോട്ടറി അഭിഭാഷകനിൽ നിന്നും നോട്ടറി സർട്ടിഫിക്കറ്റ് വാങ്ങുകയാണെങ്കിൽ 500 രൂപയാണ് ഫീസായി വാങ്ങുന്നത്. ആ 500 രൂപ ഫീസായി വാങ്ങുമ്പോൾ അതിൽ 200 രൂപയുടെ മുദ്രപത്രവും 100 രൂപയുടെ നോട്ടറി സ്റ്റാമ്പും അടക്കമാണ് ആ തുക കൈപ്പറ്റുന്നത്. അവർ ഒരു ഒപ്പിടുക മാത്രമാണ് ചെയ്യുന്നത്. അത്തരത്തിൽ നോട്ടറി സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ അതിൻ്റെ ഒരു രജിസ്റ്റർ സൂക്ഷിക്കണം. അതിൽ ആർക്കാണ് നൽകിയിരിക്കുന്നത്, ഇത്തരത്തിൽ നോട്ടറി അറ്റസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നതടക്കമുള്ള വിവരങ്ങൾ സൂക്ഷിക്കണമെന്നതാണ്. എന്നാൽ ഇത്രയേറെ പേരിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടും അത്തരം ഒരു രജിസ്റ്റർ സൂക്ഷിക്കുകയോ ഈ നോട്ടറി സർട്ടിഫിക്കറ്റ് എന്ന പേരിൽ ഈ ഗുണഭോക്താക്കൾ കൊണ്ട് തന്നെ വാങ്ങിച്ച മുദ്രപത്രവും നോട്ടറി സ്റ്റാമ്പും ഇവർ ഏത് രീതിയിൽ ഉപയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സംശയം നിലനിൽക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്രയും കോടികളുടെ തട്ടിപ്പ്. ഇതിൽ 160 കോടി രൂപ വാഹനങ്ങൾ നൽകാൻ ഇല്ലെങ്കിൽ അതിനായി കാത്തിരിക്കുന്നവരുടെ പണമാണ്. അതിനു പുറമെ ഏതാണ്ട് 15,000-ലധികം വാഹനങ്ങൾ എറണാകുളം ജില്ലയിൽ തന്നെ വിതരണം ചെയ്തതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവരിൽ നിന്നും ഇതിന് സമാനമായി തന്നെ തുക കൈപ്പറ്റിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ഒരു തട്ടിപ്പ് നടത്തുമ്പോൾ ഇതിൻ്റെ നോട്ടറി ഫീസ് ഇനത്തിൽ തന്നെ വലിയ തട്ടിപ്പ്, അത് ലാലി വിൻസെൻ്റ് അടക്കമുള്ളവർക്ക് ഇതിൽ കൃത്യമായി നിയമോപദേശം നൽകുന്നത് ലാലി വിൻസെൻ്റ് ആണ്. അവർ തന്നെയാവും സ്വാഭാവികമായും 5 വർഷത്തേക്ക് ഈ വാഹനങ്ങൾ കൈമാറ്റം ചെയ്യില്ല എന്ന പേരിൽ ഒരു നോട്ടറി സർട്ടിഫിക്കറ്റ് വേണമെന്ന നിർദ്ദേശം നൽകുന്നത്. അതിൽ തന്നെ പറയുന്നത്, ഈ നോട്ടറി സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ അതിൽ നമ്മൾ അടച്ചതായി പറയുന്ന തുക അത് 59,000 ഇല്ലെങ്കിൽ അതിൻ്റെ കുറഞ്ഞ വണ്ടിക്ക് ഫുൾ ഓപ്ഷൻ സ്കൂട്ടറുകൾക്കാണ് 59,000 രൂപ പാതി വിലയായി നൽകേണ്ടത്. ആ തുക നൽകുമ്പോൾ തന്നെ 63,500 മേടിക്കുന്നുവെങ്കിലും 59 രൂപ മാത്രമാണ് ഈ നോട്ടറി സർട്ടിഫിക്കറ്റുകളിലും രേഖപ്പെടുത്തുന്നത്. ഈ രീതിയിൽ വലിയ കൊള്ള തന്നെയാണ് നടത്തിയത്. ഇതിൽ ആൾക്കാരെ വഞ്ചിക്കാതെ തന്നെ കോടികൾ ലാഭം കൊയ്യാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പുറമെയാണ് ഈ CSR ഫണ്ട് ലഭിക്കുമ്പോൾ ആ CSR ഫണ്ട് വിനിയോഗിച്ചതിന് ആ കമ്പനിയും ഒരു തുക ഈ NGOകൾക്ക് നൽകാറുണ്ട്. ആ ഇനത്തിലും കോടികൾ ഇവർക്ക് ലഭിക്കുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും എല്ലാ ലാഭസാധ്യതയും ഉണ്ടെന്നിരിക്കെ തന്നെയാണ് ഇവർ അത് വലിയ ഒരു തട്ടിപ്പായി മാറ്റി, വഞ്ചനയാക്കി മാറ്റി കോടികൾ ഇപ്പോൾ തട്ടിയിരിക്കുന്നത് എന്നതാണ് വ്യക്തമാകുന്നത്. ഇതിലെ മറ്റ് സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഈ വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരും എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. രജനി, ശരി, സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.